സമയമായി വരുവിൻ ദൈവജനമേ, ബലി തുടങ്ങാൻ സമയമായി വരുവിൻ ദൈവജനമേ. പരിപാവനമാം ബലിവേദിയിൽ വന്നു ചേർന്നിടൂ, പരിപാവനമാം ബലിവേദിയിൽ വന്നു ചേർന്നിടൂ. അണയാമാമോദമായി പാടാമൊരുമയോടെ, അണയാമാമോദമായി പാടാമൊരുമയോടെ. കാൽവരിയാഗത്തിനോർമ്മയിതാ ഇന്നീ അൾത്താരയിൽ, കാൽവരിയാഗത്തിനോർമ്മയിതാ ഇന്നീ അൾത്താരയിൽ. യേശുവിൻ പ്രതിരൂപമാം വൈദികനൊപ്പം അൾത്താരമുന്നിൽ കൈകൾ കൂപ്പാൻ ബലിയണച്ചിടാം. യേശുവിൻ പ്രതിരൂപമാം വൈദികനൊപ്പം അൾത്താരമുന്നിൽ കൈകൾ കൂപ്പാൻ ബലിയണച്ചിടാം. അണയാമാമോദമായി പാടാമൊരുമയോടെ, അണയാമാമോദമായി പാടാമൊരുമയോടെ. കാൽവരിയാഗത്തിനോർമ്മയിതാ ഇന്നീ അൾത്താരയിൽ, കാൽവരിയാഗത്തിനോർമ്മയിതാ ഇന്നീ അൾത്താരയിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ശൈലരവും സ്നേഹം നിറഞ്ഞവരെ, തിരുസഭ എന്ന തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ ഔസേപ്പിതാവ് എപ്പോഴും നമുക്ക് സമീപസ്ഥനാണ്. വചനത്തിൻ്റെ താളുകളിൽ ജീവിതത്തിലുമൊക്കെ വളരെ ശാന്തതയോടെ അധ്വാനത്തിൻ്റെ മഹത്വം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കുവാനായിട്ട് അധ്വാനത്തിലൂടെ കുടുംബത്തിന് വേണ്ടി ജീവിച്ച വ്യക്തിയാണ്. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിനെ അനുസ്മരിക്കുമ്പോൾ ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ എല്ലാ തൊഴിൽ മേഖലകളെയും വിശുദ്ധ ഔസേപ്പിതാവ് വഴി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകത്തെ സംരക്ഷിക്കുവാനായിട്ട്, എല്ലാവിധ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട്, രോഗപീഠകളിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള കൃപ വിശുദ്ധ ഔസേപ്പിതാവ് വഴി നൽകണമെന്ന് ഈ ബലിയിൽ നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. ബലിയർപ്പിക്കുവാനായിട്ട് നമ്മെ അയോഗ്യരാക്കുന്ന നമ്മുടെ പാപങ്ങളോർത്ത് നമുക്ക് മനസ്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും
ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവായ ദൈവമേ, അധ്വാനത്തിൻ്റെ നിയമം അങ്ങ് മാനവരാശിക്ക് കൽപ്പിച്ചു നൽകിയല്ലോ. വിശുദ്ധ യോസേപ്പിൻ്റെ മാതൃകയാലും മധ്യസ്ഥതയാലും അങ്ങ് കൽപ്പിക്കുന്ന ജോലികൾ ഞങ്ങൾ പൂർത്തിയാക്കാനും അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലം കൈവരിക്കുവാനും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴി ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും ദൈവം അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിലെഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ദൈവം അരുളി ചെയ്തു: ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്ത് ഉൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലത്തിനും ആഹാരമായി ഹരിതസസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, 6-ാം ദിവസം. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. ദൈവം തൻ്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്നും വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്നും വിരമിച്ച് വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ.
കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുൻപ്, ഭൂമിയും ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിന് മുമ്പ്, അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു. മനുഷ്യമക്കളെ തിരിച്ചു പോകുവിൻ എന്ന് അങ്ങ് പറയുന്നു. 1000 വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞു പോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ്. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. കർത്താവെ, മടങ്ങി വരണമേ. അങ്ങ് എത്ര നാൾ വൈകും? അങ്ങയുടെ ദാസരോട് അലിവ് തോന്നണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുത്തുമാറാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമാണ് നമ്മുടെ രക്ഷ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവെ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു സ്വദേശത്ത് വന്നു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവനാ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ? ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വന്തം ഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അപമതിക്കപ്പെടുന്നില്ല. അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. ദൈവവചനമാണ് നാം കേട്ടത്. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ദൈവത്തിൽ സ്നേഹമുള്ള ഫ്രാൻസിസ് അച്ച, സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ മൊത്തം കൊറോണ വൈറസിൻ്റെ വ്യാധി മൂലം ചില പ്രത്യേകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇതുമൂലം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന ഒരു മേഖല തൊഴിലിൻ്റെ മേഖലയാണ്. ഈ പശ്ചാത്തലത്തിലാണ് തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നത്. ഈ ദിവസം നമുക്ക് ഈ വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത്
കൂടുതൽ സമൃദ്ധി നമ്മുടെ തൊഴിലിൻ്റെ മേഖലകളിലെല്ലാം വന്നു നിറയുന്നതിന് ഈ വിശുദ്ധനോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൂടുതൽ സമൃദ്ധി നിറയുന്നതിന്, പ്രശ്നങ്ങൾ നീങ്ങിപ്പോകുന്നതിന്, അനുഗ്രഹം നൽകുന്നതിനായി ഈ വിശുദ്ധനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഔസേപ്പിതാവിനെക്കുറിച്ച് വേദപുസ്തകം വളരെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്ന ഒരു തിരുവചനത്തിൻ്റെ ചുവട് പിടിച്ച് തൊഴിലെന്ന ജീവിത യാഥാർത്ഥ്യത്തെ വിവരിക്കുന്നതിനായിട്ടാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. വേദപുസ്തകം ഔസേപ്പിതാവിനെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ നിർവചിക്കുന്നത് അദ്ദേഹം നീതിമാനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ തിരുവചനം ഔസേപ്പിതാവിൻ്റെ ജീവിതത്തെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നതിനുള്ള വേദപുസ്തകത്തിൻ്റെ പരിശ്രമമാണ്. ഔസേപ്പ് നീതിമാനായിരുന്നു. പലപ്പോഴും നീതിമാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു സാമാന്യമായ ധാരണ, ഒരു പൊതുധാരണ, നീതി എന്ന് പറഞ്ഞാൽ അർഹമായവർക്ക് നൽകുന്നതാണ് നീതി എന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ ധാരണ. ഇതൊരു പരിധിവരെ ശരിയുമാണ്. ഈ ധാരണ നമ്മുടെ ജീവിതത്തിലുള്ള പല പെരുമാറ്റങ്ങളുടെ പിറകിലും മനോഭാവങ്ങളുടെ പിറകിലും എല്ലാം ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. നീതി എന്ന് പറഞ്ഞാൽ അർഹതയുള്ളവർക്ക് നൽകുക എന്ന നീതിയുടെ സങ്കല്പം. ഈ നീതി സങ്കല്പത്തിൽ ഊന്നൽ നൽകുന്നത് അർഹതയ്ക്കാണ്. പക്ഷേ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. അർഹത അല്ലെങ്കിൽ യോഗ്യത എന്ന് പറയുന്നത് പല ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. കഴിവുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നല്ല യോഗ്യതയും അർഹതയും എന്ന് പറയുന്നത്. യോഗ്യതയും അർഹതയും മറ്റു പല ഘടകങ്ങളുമായിട്ട്, സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, അധികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, ജീവിത ചുറ്റുപാടുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അർഹതയെന്ന് പറയുന്നതും യോഗ്യതയെന്ന് പറയുന്നതുമായ കാര്യം. അതുകൊണ്ട് തന്നെ യോഗ്യത നോക്കി അർഹത നോക്കി ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ നമ്മൾ പരിഗണിക്കാതെ വരുമ്പോൾ പല ദുർബലരായ വിഭാഗങ്ങൾ പിന്നിലേക്ക് തള്ളപ്പെടുന്ന അനുഭവം നമ്മുടെ സമൂഹങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ ഉണ്ടാകുന്നത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ പൊതുധാരണയുടെ ചുവട് പിടിച്ചുകൊണ്ട്, ഈ പൊതുധാരണയുടെ പശ്ചാത്തലത്തിൽ എന്താണ് വേദപുസ്തകം നീതിയെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. യൗസേപ്പിനെ വേദപുസ്തകം നീതിമാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വേദപുസ്തക അർത്ഥം എന്താണ്? യഹൂദരെ സംബന്ധിച്ച് നീതി എന്ന് പറയുന്നത് ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാശയമാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യഹൂദരെ സംബന്ധിച്ച് നീതി എന്ന് പറയുന്നത് ബന്ധവുമായി അഭേദ്യം ചേർന്ന് നിൽക്കുന്ന ആശയമാണ്. ബന്ധവുമായി അഭേദ്യമായി ചേർന്ന് നിൽക്കുന്ന ആശയം. നമ്മുടെ സാധാരണ ഭാഷയിൽ യഹൂദരുടെ നീതി സങ്കല്പത്തെ തർജ്ജിമ ചെയ്താൽ അതിനെ നമുക്കിങ്ങനെ തർജ്ജിമ ചെയ്യുവാനായിട്ട് കഴിയും. നീതി എന്ന് പറഞ്ഞാൽ സ്നേഹബന്ധം എന്നാണ് അർത്ഥം. നീതി എന്ന് പറഞ്ഞാൽ സ്നേഹബന്ധമെന്നാണ് യഹൂദരെ സംബന്ധിച്ചർത്ഥം. അതുകൊണ്ട് പ്രവാചകന്മാരും സങ്കീർത്തകന്മാരും നീതി സമൃദ്ധമാകട്ടെ എന്ന് വേദപുസ്തകത്തിൽ പറയുമ്പോൾ
അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്നേഹബന്ധം സമൃദ്ധമാകട്ടെ എന്നാണ് അർത്ഥം. നീതി സമൃദ്ധമാകട്ടെ എന്ന് പറഞ്ഞാൽ സ്നേഹബന്ധം സമൃദ്ധമാകട്ടെ എന്നാണ് അർത്ഥം. യഹൂദ ചിന്തയിൽ ഈ സ്നേഹബന്ധത്തിന് 3 തലങ്ങളുണ്ട്. യഹൂദരുടെ നീതി സങ്കല്പത്തിലെ സ്നേഹബന്ധത്തിന് 3 തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലം ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം. ദൈവവുമായിട്ട് ഒരാൾക്ക് സ്നേഹബന്ധം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആവശ്യ നേരത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നല്ല അർത്ഥം. അല്ലെങ്കിൽ ദേവാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു കർത്തവ്യം നിറവേറ്റുന്നവനാണ് എന്നർത്ഥമില്ല. കൽപ്പനകൾ തന്നിഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത് അത് പാലിക്കുന്നവനെന്ന് അർത്ഥമില്ല. ദൈവവുമായി സ്നേഹബന്ധമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന് ഗാഢമായ അർത്ഥമുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവത്തെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യമായിട്ട് കരുതുന്ന വ്യക്തിയാണ് ദൈവവുമായിട്ട് ഗാഢബന്ധം ഉള്ള വ്യക്തി. ദൈവത്തെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യമായിട്ട്, ദൈവത്തെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയായിട്ട് കരുതുന്നവനാണ് ദൈവവുമായിട്ട് സ്നേഹബന്ധമുള്ള വ്യക്തി. നമ്മൾ പുതിയ നിയമത്തിൽ നിധി കണ്ടെത്തുന്ന മനുഷ്യനെക്കുറിച്ചും രത്നം കണ്ടെത്തുന്ന മനുഷ്യനെക്കുറിച്ചുമൊക്കെയുള്ള ഉപമ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു മനുഷ്യന് ഒരു നിധി കണ്ടെത്തി കഴിയുമ്പോൾ, ഒരു രത്നം കണ്ടെത്തി കഴിയുമ്പോൾ എന്താണ് ചെയ്തതെന്നാണ് വേദപുസ്തകം പറയുന്നത്? തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് അവൻ ഈ നിധി, ഈ രത്നം സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കുന്നു. ഇതേ മനോഭാവമാണ് ദൈവവുമായി സ്നേഹബന്ധമുള്ള വ്യക്തിക്കുള്ളത്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയായി, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യമായിട്ട് ദൈവത്തെ കരുതുക, ദൈവത്തെ മാനിക്കുക എന്ന് ചെയ്യുന്നവരാണ് ദൈവവുമായിട്ട് സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ. അവരെയാണ് വേദപുസ്തകം നീതിമാന്മാർ എന്ന് വിളിക്കുന്നത്. ഇവരുടെ ഒരു പ്രത്യേകതയാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടത്. ദൈവത്തെ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിധിയായിട്ട്, മൂല്യമായിട്ട് കരുതുന്ന വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തെ, തങ്ങളുടെ വചനത്തെ, തങ്ങളുടെ പ്രവർത്തികളെ കാണുന്നത് തങ്ങളുടെ പ്രവർത്തികളായിട്ടല്ല. തങ്ങളുടെ തൊഴിലിനെ കാണുന്നത് തങ്ങളുടെ തൊഴിലായിട്ടല്ല. ജീവിതത്തിൽ ദൈവത്തെ മൂല്യമായിട്ട് കരുതുന്നവർ ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തികളായിട്ടാണ് അവർ കരുതുന്നത്. ഇത് ഏറ്റവും വ്യക്തമാകുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു വെളിപ്പെടുത്തുന്ന രഹസ്യത്തിലൂടെയാണ്. ഈശോ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാൻ പറയുന്ന വചനം എൻ്റെ വചനമല്ല, ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എൻ്റെ പ്രവർത്തികളല്ല, ഞാൻ ദൈവത്തിൽ നിന്ന് കേൾക്കുകയും ദൈവം ചെയ്യുന്നത് കാണുകയും ചെയ്തിട്ടാണ് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പം ഇവരുടെ പ്രവൃത്തി, ദൈവത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യമായിട്ട് കരുതുന്നവരുടെ തൊഴിൽ, പ്രവൃത്തി ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ തൊഴിലാണ്. അപ്പം തൊഴിലിലേർപ്പെടുന്നവർക്ക് അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ട ഒരു ബോധ്യം ഇതാണ്: തങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ, തങ്ങൾ സേവനങ്ങൾ ചെയ്യുമ്പോൾ, തങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി, തങ്ങൾ ചെയ്യുന്ന ഈ സേവനം എൻ്റെ പ്രവൃത്തിയല്ല, എൻ്റെ സേവനമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ഞങ്ങൾ പങ്കുകാരാകുന്നു എന്നുള്ള ബോധ്യം ഉണ്ടാകണം. പ്രിയമുള്ള സഹോദരങ്ങളെ, യൗസേപ്പ് പിതാവിന് ഈ ബോധ്യമുണ്ടായിരുന്നു. യൗസേപ്പ് പിതാവിനെ കുറിച്ച് വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന മനുഷ്യനല്ല, മറിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ
വിവാഹ ജീവിതത്തിൻ്റെ ആരംഭം തുടങ്ങിയത് ഒരു സന്ദേഹത്തിലൂടെയാണ്. ഈ സന്ദേഹത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചത് എങ്ങോട്ട് നോക്കിയാണ്? ദൈവത്തെ നോക്കിയാണ് പ്രവർത്തിച്ചത്. അദ്ദേഹം ദൈവത്തിലേക്ക് നോക്കി. തനിക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ദൈവം പറഞ്ഞു അവളെ സ്വീകരിക്കുക. ദൈവം പറഞ്ഞതനുസരിച്ച് അവൻ പ്രവർത്തിച്ചു. തൻ്റെ കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടായി. തൻ്റെ കുഞ്ഞിന് ആ ദേശത്തിലെ ഏറ്റവും വലിയ അധികാരി ഭീഷണിയായി മാറിയപ്പോൾ യൗസേപ്പ് നോക്കിയത് എവിടേക്കാണ്? ദൈവത്തിലേക്ക് നോക്കി. ദൈവത്തിലേക്ക് നോക്കിയപ്പം ദൈവം മാർഗം തുറന്നു കൊടുത്തു. ദൈവം തുറന്നു കൊടുത്ത മാർഗത്തിലൂടെ അവൻ ദൈവം പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചു. അവൻ ദൈവത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യമായിട്ട് കരുതുന്നവർ, അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ പ്രവൃത്തി, അവരുടെ തൊഴിൽ, അവരുടെ വാക്ക് അവരുടേതല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അപ്പം ദൈവത്തുമായിട്ടുള്ള സ്നേഹബന്ധമാണ് നീതിയുടെ ആദ്യത്തെ തലം. നീതിയുടെ രണ്ടാമത്തെ തലമെന്ന് പറയുന്നത് മനുഷ്യനുമായിട്ടുള്ള സ്നേഹബന്ധം. മനുഷ്യനുമായിട്ടുള്ള സ്നേഹബന്ധം. മനുഷ്യനുമായിട്ടുള്ള സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൾക്കാമ്പ് അടങ്ങിയിരിക്കുന്നത് മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും അവൻ മഹത്വമുള്ളതാണെന്നും അവനെ ആദരിക്കണമെന്നുമുള്ള ആദർശത്തിലാണ്. മനുഷ്യൻ്റെ മഹത്വത്തിലാണ് മനുഷ്യനുമായിട്ടുള്ള മനുഷ്യരുടെ സ്നേഹബന്ധത്തിൻ്റെ ഉൾക്കാമ്പ് അടങ്ങിയിരിക്കുന്ന ആശയം അടങ്ങിയിരിക്കുന്നത്. നമ്മൾ പ്രവാചകന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ നീതിയുടെ ഈ തലം പലതരത്തിൽ സമൂഹത്തിൽ നിഷേധിക്കപ്പെടുന്നതായിട്ട് പ്രവാചകന്മാർ പറയുന്നുണ്ട്. രാജാക്കന്മാർ, അധികാരികൾ, സമ്പന്നർ നീതിയുടെ ഈ വശം അവഗണിക്കുന്നതായിട്ട് പ്രവാചകന്മാർ പറയുന്നു. അതിൽ ഏറ്റവും വലിയൊരു പ്രവാചകനാണ്, നീതിയുടെ തന്നെ പ്രവാചകനാണ് ആമോസ്. അദ്ദേഹം നീതിയെക്കുറിച്ച് പറയുന്ന ഈ പ്രകാരമാണ്: നീതി സമൂഹത്തിൽ ചവിട്ടി അരയ്ക്കപ്പെടുന്നു. നീതി സമൂഹത്തിൽ ചവിട്ടി അരയ്ക്കപ്പെടുന്നു. ആമോസ് നീതി സമൂഹത്തിൽ ചവിട്ടി അരയ്ക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം അത് വിവരിക്കുന്നുണ്ട്. നീതി ചവിട്ടി അരയ്ക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: മനുഷ്യൻ സാഹോദര്യത്തിൻ്റെ ഉടമ്പടി ഉപേക്ഷിച്ചു. ഒന്നാമത്തെ അർത്ഥം ഇതാണ്: മനുഷ്യൻ സാഹോദര്യത്തിൻ്റെ ഉടമ്പടി ഉപേക്ഷിച്ചു. രണ്ടാമത്, അധികാരികൾ അന്യായമായ നികുതിയിലൂടെയും ചൂഷണത്തിലൂടെയും പാവപ്പെട്ടവൻ്റെ ധാന്യവും ഗോതമ്പും കയ്യിലടക്കി മണിമാളികകൾ പണിതു. മൂന്നാമത്തത്, പാവപ്പെട്ടവൻ്റെ ശിരസ് പൂഴിയിലേക്ക് ധനവാന്മാർ ചവിട്ടി താഴ്ത്തുന്നു. നാലാമത്തതാണ് ശ്രദ്ധിക്കേണ്ടത്. നാലാമത് അദ്ദേഹം പറയുന്നത്, നീതിമാനെ വെള്ളിത്തുട്ടിനും പാവപ്പെട്ടവനെ ഒരു ജോഡി ചെരുപ്പിനും വേണ്ടി നിരന്തരം വിൽക്കുന്നു. ഇത്രയും പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഇതാ നീതി സമൂഹത്തിൽ ചവിട്ടി അരയ്ക്കപ്പെടുന്നു എന്ന്. അപ്പോൾ നീതിയുടെ രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ മനുഷ്യനോടുള്ള സ്നേഹബന്ധമാണ്. മനുഷ്യൻ എന്നുള്ളത് ഒരു മൂല്യമാണെന്നും ആ മൂല്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മഹത്വമുള്ളതാണെന്നും ഉള്ള ധാരണ ഉണ്ടാകുന്നതാണ് ആ സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ തൊഴിലിൻ്റെ മൂല്യം അളക്കപ്പെടേണ്ടത് ഈ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. തൊഴിലിൻ്റെ മൂല്യം അളക്കപ്പെടേണ്ടത് തൊഴിൽ ദാതാവിൻ്റെ താല്പര്യത്തിനോ സ്വാർത്ഥതയ്ക്കോ അടിസ്ഥാനത്തിലല്ല, തൊഴിൽ ചെയ്യുന്നവൻ്റെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. തൊഴിൽ ചെയ്യുന്നതിൻ്റെ മൂല്യം അളക്കപ്പെടേണ്ടത് ലിംഗവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ലോകത്ത് പലയിടത്തും, നമ്മുടെ ഇന്ത്യയിലും ഒരേ തൊഴിൽ ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർക്ക് വ്യത്യസ്തമായിട്ടുള്ള വേതനമാണ് നൽകപ്പെടുന്നത്. അത് അന്യായമാണ്. തൊഴിലിൻ്റെ മൂല്യം അടക്കപ്പെടേണ്ടത് ലിംഗവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, തൊഴിൽ ചെയ്യുന്ന മനുഷ്യൻ്റെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ദൈവസൃഷ്ടിയായ മനുഷ്യൻ്റെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.
അതുപോലെ പല സ്ഥലങ്ങളിലും തൊഴിലിൻ്റെ മൂല്യം അളക്കപ്പെടുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. ചില ജാതിയിൽപ്പെട്ടതുകൊണ്ട് മാന്യമായി തൊഴിൽ ചെയ്യാൻ പറ്റാത്ത സഹോദരങ്ങളുണ്ട്. ചില ജാതിയിൽപ്പെട്ടതുകൊണ്ട് മാന്യമായ രീതിയിൽ വേതനം കയ്യിലെടുക്കാനായിട്ട് കഴിയാത്ത സഹോദരങ്ങളുണ്ട്. ഒരു ജാതിയിൽപ്പെട്ടതുകൊണ്ട് ഒരേ തൊഴിൽ ചെയ്യുന്നവർക്ക് വ്യത്യസ്തമായിട്ടുള്ള വേതനം നൽകുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെയെല്ലാം തൊഴിലിൻ്റെ മൂല്യം അളക്കപ്പെടേണ്ടത് മനുഷ്യൻ്റെ മൂല്യം നോക്കിയാണെന്നുള്ള സങ്കല്പം മനുഷ്യൻ മറക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ തൊഴിലിൻ്റെ മൂല്യം അളക്കപ്പെടേണ്ടത് ദേശം നോക്കിയല്ല. സ്വദേശിക്ക് 1000 രൂപയും പ്രവാസിക്ക് 500 രൂപയും കൊടുക്കുന്നത് അന്യായമാണ്. കാരണം തൊഴിലിൻ്റെ മൂല്യം അടക്കപ്പെടേണ്ടത് മനുഷ്യൻ്റെ മൂല്യം നോക്കിക്കൊണ്ടാണ്. അവിടെയാണ് നീതി നിറഞ്ഞു കവിയുന്നത്. പ്രവാചകന്മാർ പറയുന്നത് നീതി ഒരു നദി പോലെ ഒഴുകട്ടെ എന്നാണ്. അപ്പം നീതി മനുഷ്യബന്ധങ്ങളിൽ ഒരു നദി പോലെ ഒഴുകണമെന്നുണ്ടെങ്കിൽ തൊഴിലിൻ്റെ മൂല്യം അളക്കപ്പെടേണ്ടത് മനുഷ്യൻ എന്ന മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാകണം. നമ്മൾ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഈ സ്നേഹബന്ധം നിറഞ്ഞ വ്യക്തിയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതം ആരംഭിക്കുന്നത് ഒരു സന്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഒരു നിയമവശമുണ്ടായിരുന്നു. തന്നെ ചതിച്ചു എന്ന് കരുതുന്ന പെൺകുട്ടിയെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. എന്നാൽ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ചെയ്തത് താൻ സ്നേഹിക്കുന്നവർക്ക് ഒരു ഉപദ്രവവും ഉണ്ടാകരുത്, ഒരു ദോഷവും ഉണ്ടാകരുതെന്ന് കരുതി അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്തത്. പരസ്യമായിട്ട് ബന്ധം നിലനിർത്തി അവളിൽ നിന്ന് രഹസ്യമായിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പം താൻ സ്നേഹിക്കുന്നവർക്ക് ഒരു കുറവും ഒരു അപമാനവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് കരുതുന്ന ഒരു ഹൃദയമുള്ള പിതാവാണ് യൗസേപ്പ്. ഈ സ്നേഹബന്ധം, മനുഷ്യനോടുള്ള സ്നേഹബന്ധത്തിൻ്റെ നിറവാണിത്. ഈ സ്നേഹബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു യൗസേപ്പ്. ഇപ്പം നീതിയുടെ മൂന്നാമത്തെ തലം താനുമായിട്ടുള്ള സ്നേഹബന്ധം, നമ്മളുമായിട്ട് തന്നെയുള്ള സ്നേഹബന്ധം. ഇതിൻ്റെ അർത്ഥം നമ്മൾ തന്നെ നമ്മളെ സ്നേഹിക്കുക എന്നല്ല അർത്ഥം. മറിച്ച് നമ്മളിൽ സമാധാനം കണ്ടെത്തുക എന്നാണ് അർത്ഥം. നമ്മളിൽ തന്നെ ഒരൈക്യം കണ്ടെത്തുക, നമ്മളിൽ തന്നെ സമാധാനം കണ്ടെത്തുക. ഇതെങ്ങനെ സാധ്യമാകുന്നുവെന്ന് വേദപുസ്തകം പറഞ്ഞു തരുന്നുണ്ട്. വേദപുസ്തകം ഇപ്രകാരമാണ് പറയുന്നത്: യേശു ക്രിസ്തു വഴി ദൈവവുമായിട്ട് മനുഷ്യന് സമാധാനം സിദ്ധിച്ചു. അപ്പോൾ യേശു ക്രിസ്തു വഴി മനുഷ്യന് സമാധാനം സിദ്ധിച്ചു. വീണ്ടും പറയുന്നുണ്ട്, യേശുവിൻ്റെ മരണവും ഉത്ഥാനവും വഴി മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയായിട്ട് മാറി. അപ്പം നമ്മളോട് തന്നെ സ്നേഹബന്ധം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ 2 തലങ്ങളുടെ തുടർച്ചയാണിത്. ദൈവത്തെ, ജീവിതത്തെ ഏറ്റവും വലിയ മൂല്യമായിട്ട് കരുതുന്നവർ, തൻ്റെ സഹോദരനെ ദൈവത്തിൻ്റെ സൃഷ്ടി എന്നുള്ള തരത്തിൽ മഹത്വത്തോട്, മാന്യതയോട് മൂല്യമായിട്ട് കരുതുന്നവർ, അവരാണ് തൻ്റെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ സ്നേഹബന്ധം അനുഭവിക്കുന്നവർ. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് ലൂക്കാസ് സുവിശേഷകാരൻ ഈ യാഥാർത്ഥ്യമാണ് വരച്ചു വയ്ക്കുന്നത്: എൻ്റെ ചിത്തം, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. ദൈവത്തിൽ ആനന്ദിക്കുന്നവർ, ദൈവത്തിൽ സന്തോഷിക്കുന്നവർ, ദൈവത്തിൽ സമാധാനം കണ്ടെത്തുന്നവർ എങ്ങനെയുള്ളവരായിരിക്കും എന്ന് ലൂക്കാസ് സുവിശേഷകാരൻ പറഞ്ഞു തരുന്നുണ്ട്. അവർ എളിമയുള്ളവരായിരിക്കും, അവർ അഹങ്കാരികളായിരിക്കുകയില്ല, അവർ കൃതജ്ഞതയുള്ളവരായിരിക്കും. ജീവിതത്തിൽ വലിപ്പങ്ങളുണ്ട്, ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകുമെന്ന് കരുതി അവർ അഹങ്കാരത്തിൽ തകർന്നു പോകുന്നവരല്ല. അവർ ദൈവമാണ് തങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ കാര്യങ്ങളുടെ പിറകിലെന്ന് ബോധ്യമുള്ളവരാണ്. പിന്നീട് അവർക്കൊരു ഉറച്ച ബോധ്യമുണ്ട്: ദൈവത്തിൻ്റെ വലതുകരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അവർ ജീവിതത്തിലെ നിരവധിയായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകും. അപ്പോഴൊക്കെ അവർക്ക് ഉറപ്പുണ്ട്, ദൈവത്തിൻ്റെ വലതുകരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും.
അപ്പം തൊഴിൽ ചെയ്യുന്നവർക്കുണ്ടാകേണ്ട മനോഭാവം തന്നെയാണിത്. തൊഴിൽ ചെയ്യുന്നവർ എളിമയുള്ളവരായിരിക്കണം. തൊഴിൽ ചെയ്യുന്നവർ ജീവിതത്തിൽ വലിപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ, നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അഹങ്കരിച്ച് തകർന്നു പോകുന്നവരായിരിക്കരുത്. തൊഴിലെന്ന് പറയുന്നത് അസന്നിഗ്ധാവസ്ഥയുടെ ഒരു മേഖലയാണ്. പലതരത്തിലുള്ള വീഴ്ചകളും താഴ്ചകളും വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടാകും. അപ്പോഴൊരു ഉറപ്പുണ്ടാകണം, ദൈവത്തിൻ്റെ വലതുകരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ്. ഇങ്ങനെ സമാധാനം കണ്ടെത്തുക എന്നതും കൂടിയാണ് നീതിയുടെ അർത്ഥം. യൗസേപ്പ് പിതാവ് ഈ തലങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ, ഒത്തിരി പ്രയാസങ്ങൾ, നമ്മളെപ്പോലെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യൻ സന്ദേഹമുണ്ടായി. തൻ്റെ മകന് രക്ഷിക്കാൻ വേണ്ടി പ്രവാസിയാകേണ്ടി വന്നു. അന്യദേശത്ത് കഴിഞ്ഞപ്പോഴും അവൻ ഉറപ്പുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ വലതുകരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അന്യദേശത്ത് തൊഴിൽ ചെയ്ത് തൻ്റെ കുടുംബത്തെ പോറ്റിയപ്പോൾ അവനുണ്ടായ ഉറപ്പിതാണ്, ദൈവത്തിൻ്റെ വലതുകരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊഴിലിൻ്റെ മേഖലയിൽ ഒത്തിരി വീഴ്ചകളും തകർച്ചകളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ്. യൗസേപ്പ് പിതാവിനെ പോലെ നമുക്ക് ഈ ഉറപ്പുണ്ടാകട്ടെ, ദൈവത്തിൻ്റെ വലതുകരം എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ്. ഇതാണ് നീതിമാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. ദൈവവുമായിട്ട് സ്നേഹബന്ധമുണ്ടാകുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യമായിട്ട് കരുതുക. മനുഷ്യനുമായി സ്നേഹബന്ധമുണ്ടാകുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മൂല്യമായിട്ട്, ദൈവത്തിൻ്റെ മഹത്വമുള്ള സൃഷ്ടിയായിട്ട് കണ്ട് ഇടപെടുക തൊഴിലിൻ്റെ മേഖലയിൽ. 3, താനുമായി തന്നെ സ്നേഹബന്ധമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കാതെ, ഉയർച്ചയിൽ എളിമപ്പെട്ട്, ബുദ്ധിമുട്ട് നേരത്ത് ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി ദൈവത്തിൻ്റെ മുമ്പിൽ വർത്തിക്കുന്നതാണ് താനുമായിട്ടുള്ള സ്നേഹബന്ധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഈ ഒരു പുണ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. എനിക്ക് നീതി തരണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തെ മൂല്യമായിട്ട് കരുതുന്ന നീതി, മനുഷ്യനെ ഏറ്റവും മഹത്വത്തോടും ബഹുമാനത്തോടും കാണുന്ന ഒരു നീതി, ജീവിതത്തിൽ തകർന്നു പോകാതെ ദൈവമാകുന്ന ആ തൂണിൽ പിടിച്ചു നിൽക്കുന്നതിനായിട്ടുള്ള നീതി എനിക്ക് തന്നനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നീതി സമൃദ്ധമാകട്ടെ, സ്നേഹബന്ധം സമൃദ്ധമാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവം ദാനമായി നൽകി ജീവനെ വാർത്തതാം നാഥാ നിൻ തിരുപാതയേകം കാണിക്കയായ എൻ്റെ സർവസ്വവും. താലന്തുകൾ സർവം ദാനമായി നൽകി ജീവനെ വാർത്തതാം നാഥാ നിൻ തിരുപാതയേകം കാണിക്കയായ എൻ്റെ സർവസ്വവും. സ്വർഗത്തിലേക്കിന്നുയർത്തിയിടുന്നു അപ്പവും വീഞ്ഞും ഈ ജീവിതവും. ഏകമിയാശ്രയെന്നുള്ളിൽ നാഥ നിന്റേതായി മാത്രം ഞാൻ മാറിയിടട്ടെ.
സഹോദരീൻ്റെയും നിങ്ങളുടെ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ കരുണയുടെയും ഉറവിടമായ ദൈവമേ, വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ സ്മരണയെ ആഘോഷിച്ചുകൊണ്ട് അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചദ്രവ്യങ്ങൾ കടാക്ഷിക്കണമേ. ഈ ബലിയർപ്പണം അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സംരക്ഷണമായി തീരുവാൻ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നത്തിനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ സ്മരണയിൽ അർഹമായ സ്തുതികളാൽ അങ്ങേ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് ഉചിതമാണല്ലോ. അങ്ങേ ഏകപുത്രനും പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ ജാതനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന് പൈതൃക സംരക്ഷണം നൽകുവാനായി കന്യകാമാതാവിൻ്റെ ഭർത്താവായി അങ്ങ് നൽകിയ നീതിമാനായ വിശുദ്ധ യോസേപ്പ് വിശ്വസ്തനും വിവേകിയുമായ ദാസനായി അങ്ങേ കുടുംബത്തിൻ്റെ മേൽ അവരോധിക്കപ്പെട്ടുവല്ലോ. അവിടുന്ന് വഴി മാലാഖമാർ അങ്ങേ മഹിമ വാഴ്ത്തുന്നു, അതീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിയോടെ നിലകൊള്ളുന്നു. സ്വർഗവും ശാക്തികന്മാരും ധന്യരായ സറാഫുമാരും ഒരുമിച്ച് ആഹ്ലാദപൂർവ്വം വാഴ്ത്തിപ്പുകഴ്ത്തുന്നു. അവരുടെ സ്വരത്തോട് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എളിമയോട് ഏറ്റുപറഞ്ഞ് ഞങ്ങൾ അങ്ങേ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും. അത്യുന്നതങ്ങളിലോസാന 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 അത്യുന്നതങ്ങളിലോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. അത്യുന്നതങ്ങളിലോസാന 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 അത്യുന്നതങ്ങളിലോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ
മഞ്ഞുകണ്ണമ്പൗലി കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട സുമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. മരണം വരിച്ചു നീ, മൃത്യുവിനെ ജയിച്ചു, ഉത്ഥാനം ചെയ്തു നീ, ഞങ്ങൾക്കു ജീവനേകി. വരണേ വിഭോതവാ മഹിമ പ്രതാപമോടെ. അങ്ങയാൽ കർത്താവ് ഇവിടുത്തെ മരണ ഉയർപ്പ് ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ യപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ ആൻ്റണി മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റിച്ചൊല്ലാം.
സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ, ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിലുൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തർക്കൻ പാർത്താങ്ങേത്തുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാട് ശാന്തി നൽകിയിടേണമേ. കുഞ്ഞാട് ശാന്തി നൽകിയിടേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
എൻ്റെ പൊന്നേശുവേ നിന്നെ ഞാൻ കാണും നീ അൾത്താരയിൽ. സ്നേഹം മാത്രം ചൊരിയുന്നവനായി, സ്നേഹം ഒഴുകും തെളിനീരുറവയതായി. കുരിശിൽ നീയേകിയ സ്നേഹത്തിൻ ഫലമായി ദിനവും കുർബാനയായി എന്നിൽ വാഴുന്നു. ദിവ്യകാരുണ്യമേ എൻ്റെ പൊന്നേശുവേ നിന്നെ ഞാൻ കാണും നീ അൾത്താരയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ഭോജനത്താൽ പരിപോഷിതരായി അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മാതൃകയാൽ അങ്ങേ സ്നേഹത്തിൻ്റെ സാക്ഷ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അനുവർത്തിച്ച് ശാശ്വത ശാന്തിയുടെ ഫലം സദാ ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. യോസേപ്പ് പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. യോസേപ്പ് പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ.